നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടർഭരണത്തിന്റെ 3 വർഷം തള്ളിക്കൊണ്ട് വന്നതാ മുഖ്യന് നേരെ പ്രത്യേക ആക്ഷൻ കാണിച്ച് മലയാളികൾ. ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന് കേസ് കൊടുക്കണം മുഖ്യ. പൊന്നുമുത്ത് ഒരു പോസ്റ്റ് ഇട്ടാൽ ഉടനെ കുറെ എണ്ണം വന്ന് കമന്റ് ബോക്സിൽ വാഴ നടും. ഈ കളിക്ക് ഞാനില്ലെന്നും പറഞ്ഞ് പിണറായി പിണങ്ങിപ്പോയിട്ടുണ്ട്. അല്ല, മുഖ്യന്റെ ഭാഗത്തും തെറ്റുണ്ട്. കലിയിളകി നിൽക്കുന്ന ജനങ്ങളുടെ അടുത്ത് തുടർഭരണം കിട്ടിയതിന്റെ 3-ാം വർഷം തള്ളിക്കൊണ്ട് ചെല്ലാൻ പാടുണ്ടോ? ഈ 8 വർഷത്തെ ഭരണം കൊണ്ട് കേരളം സിംഗപ്പൂരായി മാറി. അഭിവാദ്യങ്ങൾ സഖാവേ. ഇനിയും ഒരു 5 വർഷം കൂടി ഭരിക്കാൻ ഇടവരട്ടെ. നമുക്ക് ബൂർഷ്വ അമേരിക്കയെ പിന്നിലാക്കണമെന്ന് മലയാളികൾ. അയ്യോ, ആരും ഇങ്ങനെയൊന്നും കമന്റ് ചെയ്യരുത്. കാരണം അഭിനന്ദിച്ചതാണെന്ന് കരുതും സഖാക്കൾ. നയിച്ച് നശിച്ചു പോയെന്ന് പറയാൻ പറ്റാതെ സ്വയം പുകഴ്ത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നറിയാം സഖാവേ. മുഖ്യന്റെ തുടർഭരണത്തിന്റെ മികവിന് ട്രോളുകൾ കൊണ്ട് നന്ദി അർപ്പിക്കുകയാണ് മലയാളി. പക്ഷേ നിങ്ങൾ എല്ലാവരും മുഖ്യന്റെ ആ കിഡ്നി ടച്ചിങ് സ്റ്റോറി കേൾക്കണം. ഇതാണ് ആ കിഡ്നി ടച്ചിങ് സ്റ്റോറി. തുടർഭരണം നേടി അധികാരത്തിലെത്തിയ LDF സർക്കാർ 3 വർഷം പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാർ നടപ്പിലാക്കിയ സമഗ്രവും സർവതല സ്പർശിയുമായ ജനകീയ വികസന മാതൃകയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലയളവിൽ സർക്കാരിന് സാധിച്ചു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റിക്കൊണ്ടും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും കേരള വികസന മാതൃക പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. സാമൂഹ്യക്ഷേമവും സാമ്പത്തിക വികസനവും ഒരേ പ്രാധാന്യത്തോടെ നടപ്പാക്കുന്ന നമ്മുടെ നാടിനെ ദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തി. കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയപാത വികസനം ദ്രുതഗതിയിൽ മുന്നേറുന്നു. സംരംഭക വർഷം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ വ്യവസായ മേഖല വിപുലമാകുന്നു. പൊതുവിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾ കൂടുതൽ കരുത്താർജിച്ചു. IT-യിൽ വൻകിട കമ്പനികൾ നിക്ഷേപങ്ങളായി വരികയും സ്റ്റാർട്ടപ്പ് മേഖല അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും കാരുണ്യ ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികളിൽ രാജ്യത്തിന് മാതൃകയായി. ഭരണനിർവഹണം, വികസനം, ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സമസ്ത മേഖലകളിലും നീതി ആയോഗ് നൽകുന്നതുൾപ്പെടെയുള്ള ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തി. ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഇതെല്ലാം സാധ്യമാക്കാൻ സർക്കാരിന് ഊർജവും പ്രചോദനവും പകരുന്നത്. നാടിനെ നിരന്തരം ഒറ്റപ്പെടുത്താനും പ്രതിസന്ധിയിലാക്കാനും പല ശക്തികൾ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ നമുക്കാകുന്നത് സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്തു നിൽക്കുന്നതിനാലാണ്. വർഗീയതയും വിഭാഗീയതയും പല പ്രദേശങ്ങളെയും കീഴ്പ്പെടുത്തിയപ്പോഴും ജനാധിപത്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും മഹനീയത ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ നമുക്ക് സാധിച്ചു. ഈ കാഴ്ചപ്പാടുകൾ മുറുകെ ചേർത്ത് കേരളത്തിന്റെ ശോഭനമായ ഭാവിക്കും സമഗ്ര പുരോഗതിക്കുമായി നമുക്ക് പ്രയത്നിക്കാം. സർക്കാരിനും ജനങ്ങൾക്കും ഒറ്റക്കെട്ടായി നിൽക്കാം. 3 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ നാടിന്റെ നന്മ ആഗ്രഹിച്ച് സർക്കാരിനൊപ്പം നിൽക്കുന്ന ഏവർക്കും ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇതായിരുന്നു മുഖ്യന്റെ തള്ള്. ഈ സർക്കാരും ജനങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ള ആ പ്രത്യേക ഡയലോഗാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ജനങ്ങളെ ഒരു 5-6 അടി അകലെ മാറ്റി നിർത്തിയിട്ട് രാജാവ് ഭരിച്ചുകൊണ്ടു പോകുകയാണ്. രാജാവ് പറയുന്നു നമ്മൾ ഉത്തുംഗ ശൃംഗത്തിലെത്തിയെന്ന്. ഉത്തുംഗ ശൃംഗത്തിലെത്തിയതിൻ്റെയാണ് ഇപ്പോൾ ഓരോ മലയാളിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യൻ തള്ളിമറിച്ച ഈ ഓരോ വരിയിലെയും സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. മലയാളികൾ കിറ്റിൽ കുടുങ്ങിയിട്ട് 8 വർഷം തികയുകയാണ്. LDF വരും എന്നല്ല, LDF വാരും, എല്ലാവരും ശശിയാകും എന്നായിരുന്നു ശരിക്കുള്ള ഡയലോഗ്. നമ്മൾ മുദ്ര ശ്രദ്ധിക്കാതെ പോയതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിലും വലിയൊരു ദുരന്തം ഇനി വരാനുണ്ടോ? കേരളത്തിലെ ജനങ്ങളെ കടക്കിണിയിലാക്കി മുന്നോട്ട് ജീവിക്കാൻ ഒരു രീതിയിലും കഴിയാത്ത അവസ്ഥയിലെത്തിച്ചു. കേരളം ഭരിച്ച് മുടിച്ച് കുളം തോണ്ടി കുത്തുപാളയെടുപ്പിച്ച 8 വർഷങ്ങൾ ചരിത്ര ലിപികളിൽ രേഖപ്പെടും. ഇനി മുന്നോട്ട് പോകില്ല. അവസാന ഭരണമോ ഇനി ഒരു അവസരം കേരളം ഉള്ള കാലം ഭരണം കിട്ടുമെന്ന് സ്വപ്നം പോലും കാണണ്ട. ഈ ഭരണത്തോടെ ഷട്ടർ ഇടാം. ഇതാണ് മലയാളികൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്.